നിരവധി തവണയായി ഇതുപോലെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം 50-ലേറെ പേർക്കാണ് കടിയേറ്റത്. ഇപ്പോൾ എത്ര പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? എന്തെങ്കിലും നടപടികൾ ഇതിൽ അധികൃതർ എടുത്തിട്ടുണ്ടോ? ആ നായയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ, അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പേരെ കടിച്ച നായയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഫെലിക്സ് സ്ഥലത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരു നായയെ പിടികൂടിയ ദൃശ്യങ്ങളിൽ കാണുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഫെലിക്സ്? ബോത്തി, ഇന്നലെയും ഇന്നുമായി 67 പേർക്കാണ് കണ്ണൂർ നഗരത്തിൽ തെരുവുനായുടെ കടിയേറ്റത്. ഇന്നലെ 56 പേർക്കും ഇന്ന് 11 പേർക്കും, അങ്ങനെയാണ് ഈ 67 എന്ന കണക്കിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും തെരുവുനായ പിടികൂടാനുള്ള യജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തെരുവുനായയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഇതാണോ കടിച്ച നായ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഒരു നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ചത്ത നിലയിൽ കണ്ടെത്തിയ നായ, അപ്പോൾ എല്ലാവരും കരുതിയത് ഒരു പക്ഷേ നായ ചത്തു, ഇനിയിപ്പോൾ പ്രശ്നമില്ല എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് നായയുടെ കടിയേൽക്കാൻ തുടങ്ങിയത്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, ഒപ്പം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, ബാങ്ക് റോഡ്, ഈ 3 ഇടങ്ങളിലായാണ് ഇന്ന് രാവിലെ 11 പേർക്ക് കടിയേറ്റിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും തെരുവുനായയെ ധാരാളം, ഈ പരിസരങ്ങളിലൊക്കെ തന്നെ തെരുവുനായകളുണ്ട്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ തൊട്ട് മുൻപിലാണ് ഈ തെരുവുനായയെ ഇപ്പോൾ വലയിട്ട് പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഈ നായ ആണോ ഇവരെ കടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ വ്യാപകമായി തെരുവുനായയെ പിടികൂടാനുള്ള ദൗത്യം നടക്കുന്നു. അപ്പുറത്ത് മറ്റോ ഒരു സംഘം അത് ആ വഴിക്ക് പോകുന്നുണ്ട്. അവരും ഈ തെരുവുനായയെ പിടികൂടാനായി പോവുകയാണ്. അങ്ങനെ പല വഴിക്ക് ഈ ആളുകളെത്തി തെരുവുനായയെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് ഈ തെരുവുനായ ആക്രമണം നടക്കുന്നത് എന്നതാണ്. അതായത് ഇതുവരെയും 67 പേർക്ക് നായയുടെ കടിയേറ്റു എന്നതാണ്. അപ്പോൾ അത്രയധികം പേർക്ക് കടിയേൽക്കുന്ന ഒരു സ്ഥിതി ഈ കണ്ണൂരിന്റെ ഒരു പ്രധാനപ്പെട്ട നഗരഭാഗത്തുണ്ടായി എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ണൂരിലെ പറയുമ്പോൾ ഇതിന് പേവിഷബാധ ഉണ്ടായിരുന്നോ എന്നത് ഈ കടിയേറ്റവർക്കൊക്കെ വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. നായയെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നായ അതിന് തയ്യാറാകും. നായ ഇപ്പോൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അതായത് പലയിടങ്ങളിലായി ആളുകളുണ്ട്. അവരൊക്കെ ഈ നായയെ പിടികൂടാനുള്ള സംഘത്തിന്റെ ആളുകൾ ഇവിടെ എത്തി നായയെ പിടികൂടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നഗരമാണ്. അതായത് ആളുകൾ ധാരാളമായി എത്തുന്ന പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ നായ ഈ രീതിയിൽ അക്രമം കാട്ടുന്നത്. അപ്പോൾ അതായത് ധാരാളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മുറിവുകൾ കാലിനും കൈക്കുമൊക്കെ മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുറിവേറ്റ ആളുകൾക്കാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരിക്കുന്നത്. അതേസമയം ഈ നേരത്തെ, അതായത് നായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയില്ല. കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിശോധന വേണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമാണ് കണ്ണൂർ നഗരത്തിൽ. 2 ദിവസം കൊണ്ട് 67 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തെരുവുനായെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഒരു നായയെ പിടികൂടിയത് കാണാം. ഇനി മറ്റൊരു നായയെ കൂടി പിടികൂടാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സാധാരണ തെരുവുനായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒതുങ്ങിയൊക്കെ നടക്കുന്ന പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഈ ഒരു നായയെ പിടികൂടിയത് കണ്ടതിന് ശേഷമാണോ എന്നും നമുക്കറിയില്ല. പേവിഷബാധ ഉണ്ടോ എന്നറിയില്ല. അക്രമാസക്തനായി തന്നെ നിൽക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. ഏതായാലും എത്രയും വേഗം ഈ നായയെ പിടികൂടാൻ കഴിയുമെന്ന് വിചാരിക്കാം. പേവിഷബാധ ഉണ്ടോ എന്നത് ജനങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനൊക്കെ ഒരു ആശ്വാസവും പരിഹാരവും ഉണ്ടാവട്ടെ. നമുക്ക് ഒരു പ്രതികരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട്, അതിലേക്ക്. സംഭവിച്ചത്, ഞങ്ങൾ ഗ്രീൻ പാർക്ക് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഫുട്പാത്തിലൂടെ നടന്നു പോകുമായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. ഇന്നലെ ഒരു കൊച്ചിനൊരു ടെസ്റ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആകാത്തതുകൊണ്ട് തലേദിവസം വന്ന് ആ ഗ്രീൻ പാർക്കിൽ റൂമെടുത്ത് താമസിച്ചിട്ട് കാലത്തെ ബസ് സ്റ്റാൻഡിൽ പോയി. ചിന്മയ വിദ്യാലയത്തിലാണ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ബസ് കരുതി പോകുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വന്ന് പട്ടി പെട്ടെന്ന്
കടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കടിച്ചപ്പോൾ ഞാൻ തലേദിവസം വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് 19 പേരെ കടിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് നമുക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പേപ്പട്ടിയുടെ ഉപദ്രവമാണെന്ന്. അപ്പോൾ ഞാൻ ചാടിയിട്ട് പട്ടിയുടെ കഴുത്തിന് പിടിച്ച് അമക്കി റോട്ടിൽ വെച്ചുകൊണ്ടിരുന്നു. 2-3 മിനിറ്റോളം ഞാൻ അമക്കി പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ടാറിൻ കട്ടയിൽ ഉരഞ്ഞാണ് ഈ കൈയൊക്കെ ഇങ്ങനെ പൊട്ടിയേക്കണത്. കാരണം ഞാൻ ജീവൻ പണയം വെച്ചാൽ നമ്മൾ ആരോഗ്യം കൊടുത്തുകൊണ്ടാണ് അതിനെ വിട്ട് കഴിഞ്ഞാൽ സകല കടിയും നടത്തും, എല്ലാവരെയും കടിക്കുകയും ചെയ്യും, എന്നെ വീണ്ടും കടിക്കും. അപ്പോൾ അതുകൊണ്ട് തൊഴിക്കാനും പിഴയ്ക്കാനൊന്നും പോയില്ല. കഴുത്തിന് പിടിച്ച് അമക്കി പിടിച്ചുകൊണ്ട് 2-3 മിനിറ്റോടെയും കഴിഞ്ഞ് പട്ടി ചത്തേനെ. അപ്പോഴേക്കും വണ്ടിക്കാർ, പിള്ളേർ, പയ്യന്മാർ വന്നിട്ട് ഒരാൾ വടിയെടുത്തു, ഒരാൾ എല്ലാ സജ്ജീകരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വാരി എറിയാണ് ചെയ്തത്. വിട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്നെ ആക്രമിക്കും. എൻ്റെ സകല ആരോഗ്യം എടുത്തു. കാരണം ഒരു ചെറിയ പട്ടിയായിരുന്നു, എനിക്ക് എടുക്കാനുള്ള ഇതുണ്ടാകുന്നത്. ഞാൻ കഴുത്ത് മുറുക്കി പിടിച്ച് വാരി ദൂരേക്ക് റോട്ടിലേക്ക് എറിയുക ചെയ്തത്. അങ്ങനെ ആ പട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്തത്. ഗ്രീൻ പാർക്കിൻ്റെ സൈഡിലുള്ള റോട്ടിലൂടെ പോയത്. അപ്പോൾ എറണാകുളം സ്വദേശിയാണോ? ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഫെലിക്സാണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും സമീപത്തായാണ് ഈ സംഭവം.